മലപ്പുറം മഞ്ചേരിയിൽ അവിടെ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ് നടക്കുകയാണ്. 4 പേരെ NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പുലർച്ചെ 3 മണിയോടെയാണ് ഈ റെയ്ഡ് ആരംഭിച്ചത്. ശാന്തകുമാർ വെള്ളാലത്തുണ്ട്, നമുക്ക് ചോദിക്കാം ശാന്തകുമാറിനോട്. ശാന്തകുമാർ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ SDPI പ്രവർത്തകരെ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡുകൾ നടക്കുന്നുണ്ട്. രാജ്യമൊട്ടാകെയും പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തും പല കേന്ദ്രങ്ങളിൽ പല സമയങ്ങളിൽ പലയിടത്തായി രേഖകളടക്കം പിടിക്കുന്ന സാഹചര്യം നിൽക്കുന്നുണ്ട്. ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പറയാം ശാന്തകുമാർ. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് ഈ റെയ്ഡ് ആരംഭിക്കുന്നത്. 5 പ്രവർത്തകരുടെ വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു റെയ്ഡ് എന്നാണ് പ്രാഥമികമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ 4 പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പ്രതീക്ഷിച്ച ഒരാളെ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീട്ടിൽ ഇപ്പോഴും പരിശോധന നടക്കുന്നുണ്ട്. ഈ ഇവരെല്ലാവരും SDPIയുടെ പ്രധാന നേതൃസ്ഥാനം വഹിക്കുന്നവരോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും കമ്മിറ്റികളിലെ ഭാരവാഹിത്വം ഉള്ളവരോ അല്ല, സാധാരണ പ്രവർത്തകർ മാത്രമാണ് എന്നാണ് അറിയുന്നത്. നമുക്ക് ലഭിക്കുന്ന ഒരു പ്രാഥമികമായ വിവരം, പാലക്കാട് BJP പ്രവർത്തനായിരുന്ന ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇവരെ കസ്റ്റഡി എടുത്തത് എന്നാണ് അറിയുന്നത്. അതിൽ ഇവിടെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത 4 പേരും സ്വർണമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അതായത് ഈ സ്വർണം വാങ്ങുകയും അത് ഉരുക്കി വിൽക്കുകയും എല്ലാം ചെയ്യുന്ന പ്രവർത്തനം നടത്തുന്നവരാണ്. ഇവർക്ക് ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ ഈ വധവുമായി ഉണ്ട് എന്നുള്ളൊരു സംശയത്തിന്റെ പേരിലാണ് ഇവരെ കസ്റ്റഡി എടുക്കുന്നത് എന്നതും അറിയുന്നുണ്ട്. സേതു. ഓക്കെ ശാന്തകുമാർ. മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്.